ലോകത്ത് നട്ടെല്ലുള്ള ഒരു രാജ്യമേ ഉള്ളൂ. അത് ഇറാനാണ്. ഇറാൻ പ്രേമികൾ മാത്രമല്ല, ലോകത്തുള്ള യുദ്ധവിദഗ്ധരും ഇത് സമ്മതിക്കുന്നു. ഇസ്രായേലിനോടും അമേരിക്കയോടും ഒറ്റയ്ക്കാണ് ഇറാൻ ഏറ്റുമുട്ടിയത്. ആ യുദ്ധത്തിൽ അന്തിമ വിജയം ഇറാന് തന്നെയായിരുന്നു. ഖത്തറിലെ അമേരിക്കയുടെ സൈനിക താവളത്തിൻ്റെ മകുടം തകർത്ത് ഇറാൻ അവരുടെ മിസൈലുകളുടെ ശക്തി അറിയിച്ചു. മാത്രമല്ല, 2 ദിവസം മുമ്പ് അതിമാരകമായ പുതിയ മിസൈൽ ഇറാൻ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. അതിനു പിന്നാലെ ഇറാന്റെ ആണവോർജ തലവൻ മുഹമ്മദ് ഇസ്ലാമിയുടെ പ്രസ്താവന വന്നിരിക്കുന്നു. റഷ്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ ആണവോർജ പദ്ധതികളുമായി ഇറാൻ മുന്നോട്ട് പോകുമെന്നും ആണവായുധം ഇറാന് ആവശ്യമാണെന്നും മുഹമ്മദ് ഇസ്ലാമി പറഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി വിറയ്ക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. അമേരിക്കയും ഇസ്രായേലും പോര് പറഞ്ഞ് നടന്നത്, അല്ലെങ്കിൽ വീമ്പിളക്കി നടന്നത്, ഇറാന്റെ ആണവ പദ്ധതി തകർത്തു എന്ന് പറഞ്ഞാണ്. പക്ഷേ ആണവ പദ്ധതിക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിച്ചിട്ടില്ലെന്ന് മുഹമ്മദ് ഇസ്ലാമി പറഞ്ഞു. അമേരിക്കയും ഇസ്രായേലും ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ കാര്യമായ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്ന് പറയുന്നത് ഒരു പേരിന് വേണ്ടി മാത്രം ആയിപ്പോയി അമേരിക്കയും ഇസ്രായേലും ചെയ്തത്. എന്തായാലും മുഹമ്മദ് ഇസ്ലാമി വളരെ വ്യക്തമായി തന്നെ റഷ്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഉപരോധങ്ങൾ സഹിച്ചു. എത്ര ഉപരോധം സഹിച്ചാലും തങ്ങൾ അണുവായുധം നിർമ്മിക്കും. ആണവായുധം തങ്ങൾക്ക് അനിവാര്യമാണ്. അതാണ് മുഹമ്മദ് ഇസ്ലാമി പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ, കീഴടങ്ങാൻ ഇറാന് സമ്മതമില്ല. ഇസ്രായേലും അമേരിക്കയും തങ്ങളെ ഏത് നിമിഷവും ആക്രമിക്കുമെന്ന ചിന്ത ഇറാനെ വേട്ടയാടുന്നു. അതുകൊണ്ട് തന്നെ ആണവ പദ്ധതികളുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മുഹമ്മദ് ഇസ്ലാമി പറയുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ കറുത്ത ഏടായി മാറി. ഇറാനാണ് ആൾനാശം കൂടുതൽ സംഭവിച്ചത് ഇറാനാണെങ്കിലും ഇസ്രായേലിന്റെ ടെല്ലവീവ്, ജെറുസലേം അടക്കമുള്ള നഗരങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി. മൊസാദിന്റെ ആസ്ഥാനത്തേക്കും ഇറാന്റെ മിസൈലുകൾ പതിച്ചു. ഇറാൻ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കരുത്ത് നന്നായി അനുഭവിച്ചറിഞ്ഞു ഇസ്രായേലിനെ സഹായിക്കാൻ ഒടുവിൽ അമേരിക്കയ്ക്ക് രംഗത്തിറങ്ങേണ്ടി വന്നു. ഒറ്റ ദിവസത്തെ യുദ്ധം കൊണ്ട് ട്രംപിന് കാര്യം മനസ്സിലായി. ഇറാന്റെ കരസൈന്യത്തെ കീഴടക്കാൻ ആവില്ല. ഇറാന്റെ മിസൈൽ ശേഖരം പരമാവധി നശിപ്പിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നത് തെറ്റാണ്. ഇസ്രായേലിന് ഇറാന്റെ മിസൈൽ ശേഖരം നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, അമേരിക്ക നേരിട്ടിറങ്ങി ബോംബിട്ടെങ്കിലും, ബങ്കർ ബ്ലസ്റ്റർ ബോംബിട്ട് ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഇറാൻ തന്ത്രപരമായി തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ശക്തമായ വെല്ലുവിളിയാണ് ഇറാൻ ഉയർത്തിയിരിക്കുന്നത്. ഇസ്രായേൽ യുദ്ധം തുടങ്ങുമ്പോൾ ഇറാൻ പറഞ്ഞിരുന്നു, 2 ദിവസങ്ങൾക്കുള്ളിൽ തങ്ങൾക്ക് ആണവായുധം നിർമ്മിക്കാൻ കഴിയുമെന്ന്. ആ ഭീഷണി സത്യമാണെന്ന് ഇപ്പോൾ ആണവോർജ തലവൻ മുഹമ്മദ് ഇസ്ലാമി റഷ്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു. ആണവ പരീക്ഷണം തങ്ങൾ തുടരുമെന്നും ആണവായുധം തങ്ങൾ നിർമ്മിക്കുമെന്നും ആ ആണവായുധം സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നുമാണ് മുഹമ്മദ് ഇസ്ലാമി പറഞ്ഞിരിക്കുന്നത്. മരണമാസായിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയാണ്. ഖൊമേനി ഇറാന്റെ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നു. ഇറാനെക്കുറിച്ച് പുറം നാടുകളിൽ, പ്രത്യേകിച്ച് സംഗീത ചാനലുകളിൽ പല വാർത്തകൾ വരുന്നുണ്ട്. ഇറാനിലെ വധശിക്ഷ ക്രൂരമാണ്, ഇറാനിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, ഇങ്ങനെയുള്ള വാർത്തകൾ, വ്യാജ വാർത്തകൾ സംഗീത ചാനലുകൾ പുറത്തുവിടുന്നുണ്ട്. പ്രത്യേകിച്ച് മറുനാടൻ മലയാളി കണക്കുള്ള സംഗീത ചാനലുകൾ. പക്ഷേ ഇറാനിൽ നിന്നാണ് ലോകത്തിൽ ഏറ്റവും മികച്ച സിനിമ ഇറങ്ങുന്നത് എന്ന സത്യം ഇവർ മറന്നുപോകുന്നു, അല്ലെങ്കിൽ അതിനു നേരെ കണ്ണടയ്ക്കുന്നു. ഇപ്പോൾ മരണമാസായി ഖൊമേനി മാറിയിരിക്കുന്നു. US-നെ വിറപ്പിച്ചുകൊണ്ട് ആണവ പരീക്ഷണം നടത്താൻ ഇറാൻ ഒരുങ്ങുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവ പരീക്ഷണം എന്നത് അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കയറി നിരങ്ങും എന്ന് ഇറാൻ അറിയാം. മുമ്പ്
അവർ ഇറാനിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ വീറോടുകൂടിയാണ് ഇറാൻ സൈന്യം അതിനെ പ്രതിരോധിച്ചത്. ആ സൈന്യം ഇപ്പോഴും ശക്തമായി തന്നെ നിലകൊള്ളുന്നു. എന്തായാലും ഇറാന്റെ ആണവ പരീക്ഷണമാകും ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ചാ വിഷയം.